എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൊതിയൂറി ഓടിപ്പോയി കഴിക്കാൻ ശ്രമിക്കുന്ന ലവ്ലോലിക്ക. കണ്ടില്ലേ, നല്ല ചുമചുമായിരിക്കുന്ന ലവ്ലോലിക്ക കണ്ടില്ലേ, ആ അച്ചാറാണ്. നമ്മളെ സ്കൂൾ ജീവിതത്തിൽ നമ്മൾ ഒട്ടും മറക്കാത്ത ഒരു നെല്ലിക്കയാണ് ഈ ലവ്ലോലി നെല്ലിക്ക. എല്ലാവർക്കും ഇഷ്ടമാണ്. സ്കൂളിൻ്റെ അടുത്ത് ഉപ്പിലിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പോയി കൊതിയൂറി പോയി വാങ്ങിക്കുന്ന ഒരു ലവ്ലോലിക്ക. ഇന്ന് ഞാൻ ആ ലവ്ലോലിക്ക ഒരു അച്ചാറിടാനാണ് നോക്കുന്നത് കേട്ടോ. ഈ അച്ചാറെന്ന് വെച്ചാൽ നമുക്ക് ഈ ചമ്മന്തി വരെ ഇതിൽ നിന്ന് എടുത്ത് അരയ്ക്കാൻ പറ്റുന്ന ഒരു ലവ്ലോലിക്കയാണ്. മാങ്ങ അച്ചാറിൻ്റെ കണക്ക് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കഴുകിയെല്ലാം വാരി നല്ലോണം വെച്ചേക്കുകയാണ്. കണ്ട, ഇതാണ് അച്ചാറിടാനുള്ള നെല്ലിക്ക. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് കടുക്, ചെറിയ ജീരകം, ഉലുവ, പിന്നെ കാന്താരി മുളക്, കാശ്മീരി മുളക്, കായം, മഞ്ഞൾപ്പൊടി, നമുക്ക് വിനാഗിരി, അത് കഴിഞ്ഞിട്ട് ഉപ്പ്. ഇത്രയും സാധനമാണ് ഇത് നമുക്ക് ചേർക്കാനുള്ളത്. ഈ അച്ചാർ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ എണ്ണ, നല്ലെണ്ണയോ കടുകെണ്ണയോ ഏതെങ്കിലും എണ്ണ എടുക്കാം. ആദ്യമേ കടുകും ഈ ചെറിയ ജീരകവും ഈ ഉലുവയും കായവും നല്ലോണം ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെന്ന് വെച്ചാൽ അധികം പൊടിയരുത്, ഭസ്മം പോലെ പൊടിയരുത്, ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് മൂന്നൊന്ന് വറുത്ത് കൊണ്ടുവരാം. ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇതേപോലെ ലവ്ലോലിക്ക നിങ്ങൾ അച്ചാറിടണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ഈ മൂന്ന് സാധനം ഒന്ന് അതിൻ്റോടൊപ്പം കായവും ഒന്ന് വറുത്തുകൊണ്ട് വരാം. ഓക്കെ, കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒത്തിരിയും കൂടെ മണം കിട്ടും. ഈ പൊടിക്ക് ചിലപ്പം കുറവായിരിക്കും മണം, അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇടണം. ഓക്കെ, നമുക്ക് ആദ്യമേ ഇത് മൂന്നും ഈ കായപ്പൊടിയും ഒന്ന് വറുത്ത് കോരിക്കൊണ്ടുവരാം. നമുക്കിതൊന്ന് വറുത്ത് വരാം. ആദ്യമേ ഇടേണ്ടത് ഉലുവയാണ്. കാരണം ഉലുവയാണ് കൂടുതൽ കുറച്ച് ചുമക്ക വറുക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉലുവ ഒന്ന് വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കടുകും ജീരകവും ഇടുകാവൂ. ആദ്യമേ ഉലുവയൊന്ന് നല്ലോണം മൂത്ത് വരണം. അല്ലെങ്കിൽ ഉലുവ ഇതിൻ്റെ കൂടെ കിടന്ന് മൂക്കത്തുമില്ല, കടുകെല്ലാം കരിഞ്ഞും പോവും, ജീരകവും കരിഞ്ഞു പോവും. ആദ്യമേ ഉലുവയ്ക്ക് കട്ടി ഉണ്ടായതുകൊണ്ട് ഉലുവ നമ്മൾ നല്ലോണം ഒന്ന് ചുമക്ക വറുത്ത് അതിൻ്റെ കൂടൊപ്പം ചുമക്ക വറുത്ത് വരുമ്പോൾ പൊട്ടി വരുമ്പോൾ മാത്രമേ കടുക് ചേർക്കാം. അപ്പോൾ സമം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വറുത്ത് വരാൻ പറ്റും. ഇപ്പോൾ നല്ല നല്ലോണം പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ